കൂടുതൽ സമയം പഠിക്കാനുള്ളൊരു അവസരം കിട്ടണമെന്നും പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു കോച്ചിങ് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടത് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ ചെന്ന മിടുക്കർ അവരാണ് നമുക്ക് ഈ വഴി പറഞ്ഞു തന്നത്. നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം പോകുന്നത് 2 രീതിയിലാണ്. എഞ്ചിനീയറിംഗ് സെക്ഷനെ ഉദ്ദേശിക്കുന്നതിന് IIT ബാച്ചുകൾ എന്നാണ് പറയുക. ഇതുപോലെ തന്നെ IIT ബാച്ചുകളുണ്ട്, എയിംസ് ബാച്ചുകളുണ്ട്. പക്ഷേ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏത് സിലബസ് എന്നുള്ളത് വ്യത്യാസമൊന്നുമില്ല. കാരണം ഏതൊക്കെ സിലബസിൽ നിന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സെൻറ്ററിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. അത് നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ഇവിടെ എല്ലാവരും ബോർഡ് എക്സാമിനെയും കൂടെ ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഉപേക്ഷിച്ചിട്ടല്ല നമ്മുടെ കോച്ചിങ്ങിൽ ഒരിടത്തും പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടുന്നത്. കാരണം ഒരു സ്കൂളിലൂടെ പഠിക്കുന്നുണ്ട്. നമസ്തേ. ഇൻ്റഗ്രേറ്റഡ് ബാച്ച് 2026 ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായി ഞങ്ങൾ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലൂടെ ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് 2026 കുട്ടികളുടെ പ്രവേശനം ഉറപ്പാക്കുന്നു. എന്താണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച്? എന്താണ് നമുക്ക് ഒരു സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ച് എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ മേഖലയിൽ ഒരു കുട്ടിയെ എത്തിക്കുമ്പോൾ ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൻ്റെ ആവശ്യകത എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് ഇന്ന് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോണി സെബാസ്റ്റ്യൻ സാറ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. സാറേ, സ്വാഗതം. എനിക്ക് തോന്നുന്നു ഞാനൊരു 2000 മുതൽ ഞാൻ ബെർലിൻ്റെനൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു 2005-2006 കാലഘട്ടത്തിലൊക്കെ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ധാരാളം റാങ്കുകൾ കിട്ടിത്തുടങ്ങിയ സമയമാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ഡയറക്ടേഴ്സ് പറയുന്നത് ഈ നാഷണൽ ലെവലിലുള്ള എക്സാമുകൾ മലയാളികൾ ഒരു 1% അല്ലെ 2% മാത്രമേ മലയാളികൾ എത്തിപ്പെടാറുണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചതിൽ നിന്നായിരിക്കാം എനിക്ക് തോന്നുന്നു കൺസെപ്റ്റ് പ്ലസ് 1 പ്ലസ് 2 ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒരു 12ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ല ഇനി എന്ത് എന്ന് ചിന്തിക്കേണ്ടത്. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു കുട്ടിയെ ഏറ്റവും നന്നായിട്ട് പ്ലസ് 1 പ്ലസ് 2 തയ്യാറാക്കുകയും അയാളുടെ പാഷൻ അനുസരിച്ച് ഒരു നാഷണൽ ലെവൽ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കണമെങ്കിൽ മിനിമം 10ാം ക്ലാസ് കഴിയുമ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നായിരിക്കാം ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്നുള്ള കൺസെപ്റ്റ് വന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുതന്നെയാണോ ആ ഒരു നാഷണൽ ലെവലിലുള്ള ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിക്കാൻ എപ്പോഴാണ് തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്? സാർ പറഞ്ഞ പോലെ തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. പ്ലസ് 2 പ്ലസ് 1 പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു നാഷണൽ ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ കടത്തിവിടുക, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു നാഷണൽ റെപ്യൂട്ടേഷനുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കടത്തിവിടുക എന്നതാണ് ലക്ഷ്യം. സാർ പറഞ്ഞതുപോലെ സാധാരണ എല്ലാവരും പ്ലസ് 2 കഴിഞ്ഞിട്ടാണ് ചിന്തിക്കേണ്ടത്, മലയാളികൾ പ്രത്യേകിച്ചും. ഇപ്പോഴാണ് നമ്മൾ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അല്ലെ 10th ഒപ്പം എന്നുള്ളത്. എന്നാൽ സാറ് പറഞ്ഞ പോലെ 2005 ആ കാലഘട്ടത്തിനൊക്കെ ശേഷം ഇപ്പോൾ അത് മാറി. ഇപ്പം നമുക്കും ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളൊക്കെ ആയി. ഇപ്പം നമ്മൾ 6ാം ക്ലാസ് തുടങ്ങിയ മുതൽ കോച്ചിങ് തുടങ്ങി. പണ്ട് അത് ശരിക്കും നോർത്തിൽ മാത്രമേ സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ കുട്ടികൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാണ് ഞങ്ങളോട് ശരിക്കും പറഞ്ഞു തന്നത് നമ്മുടെ കഴിവ് കുറവല്ല, നമുക്ക് എണ്ണം അല്ലെങ്കിൽ സെലക്ഷൻ കിട്ടാത്തതിൻ്റെ റീസൺ നമുക്ക് കോച്ചിങ് ഇല്ല എന്നുള്ളത്. ഇവിടുന്ന് സെലക്ഷൻ കിട്ടിപ്പോയ 1-2 കുട്ടി അല്ലെങ്കിൽ അവിടെ ചെന്നെത്തിയ നമ്മുടെ മിടുക്കരാണ് നമ്മളെ അതിലേക്ക് വഴിതെളിച്ചത്. കൂടുതൽ സമയം പഠിക്കാനുള്ളൊരു അവസരം കിട്ടണമെന്നും പ്ലസ് 1 പ്ലസ് 2വിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു കോച്ചിങ് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടത് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ ചെന്ന മിടുക്കർ അവരാണ് നമുക്ക് ഈ വഴി പറഞ്ഞു തന്നത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകൾ നമ്മൾ ആരംഭിച്ച് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം പറഞ്ഞതുപോലെ തന്നെ പ്ലസ് 1 പ്ലസ് 2വിൻ്റെ കൂടെയുള്ള ഒരു തീവ്രമായ പരിശീലനം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു 2 വർഷം കൊണ്ട് ശരിക്കും ഒരു 3 വർഷത്തെ എഫേർട്ട് ആ കുട്ടികൾ എടുക്കണം. ആ ഒരു കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രധാന കാര്യം. ഇപ്പം നമുക്കറിയാം 2026 നടക്കുന്ന വിവിധ പ്രവേശന പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളെ തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് 2026 ഉദ്ദേശം. പ്ലസ് 2വിന് ശേഷം ഏതൊരു മേഖലയും ഇന്ന് മെഡിക്കൽ, എൻജിനീയറിംഗ്, ഡിഗ്രി, റിസർച്ച് ഏതൊരു മേഖലയിലും ഒരു കുട്ടിക്ക് ചെന്നെത്തണമെങ്കിൽ ഒരു പ്രവേശന പരീക്ഷയിലൂടെ ഒരു കോമ്പറ്റിറ്റീവ് ടൈപ്പ് എക്സാമിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത്
എത്രത്തോളം സത്യമാണ്. എല്ലാ മേഖലയും ഒരു പ്രവേശന പരീക്ഷയിലൂടെ ആയിരിക്കുന്നു. അപ്പോൾ 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് ഒരു പക്ഷേ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, റിസർച്ച് എന്നുള്ള ഒരു വേർതിരിവ് ചിലപ്പം ഉണ്ടാകാൻ കഴിയില്ല, എല്ലാവർക്കും ഉണ്ടാകാൻ വഴിയില്ല. യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം അങ്ങനെ തന്നെയാണോ മുൻപോട്ട് പോകുന്നത്? ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണോ മുമ്പോട്ട് പോകുന്നത്? അതെ, നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം പോകുന്നത് 2 രീതിയിലാണ്. എഞ്ചിനീയറിംഗ് സെക്ഷനെ ഉദ്ദേശിക്കുന്നതിന് IIT ബാച്ചുകൾ എന്നാണ് പറയുക. അവിടെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും മാത്രമേ എടുക്കുന്നുള്ളൂ. ബ്രില്യൻറ്റിൽ നിന്ന് ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുമ്പോൾ ഈ 3 സബ്ജക്റ്റുമാണ് ക്ലാസ് എടുക്കുന്നത്. അതേസമയം മെഡിക്കൽ സ്ട്രീം ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വരുമ്പോൾ ഞങ്ങളതിനെ എയിംസ് ബാച്ച് എന്നാണ് വിളിക്കുക. അവിടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക. പേര് എയിംസ് എന്നിടാൻ കാരണം ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകൾ നമ്മൾ തുടങ്ങിയ കാലത്ത് നീറ്റില്ലായിരുന്നു, സാറിന് അറിയാമല്ലോ. അന്ന് എയിംസിന് സെപ്പറേറ്റ് പരീക്ഷയായിരുന്നു. അപ്പോൾ ആ ഒരു ലക്ഷ്യം, അന്ന് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എയിംസ് അഡ്മിഷൻ അല്ലെങ്കിൽ എയിംസ് എക്സാമിനേഷൻ, സീറ്റുകൾ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചാണ് അന്ന് നമ്മൾ എയിംസ് ബാച്ചുകൾ തുടങ്ങിയത്. അപ്പോൾ ആ പേര് ഞങ്ങളങ്ങ് അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് മാത്രം. തീർച്ചയായും. കാരണം ഇപ്പോൾ 2023 പരീക്ഷകൾ കഴിയുകയും അതിൻ്റെ ഒരു 2 അലോട്ട്മെൻറ്റുകൾ കഴിയുകയും ചെയ്തപ്പോൾ ഈ 20 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമ്മുടെ കുട്ടികൾ, ധാരാളം കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചു. അത് വളരെ ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം +1 +2 ഏറ്റവും ഡീപ്പായിട്ട് ഏറ്റവും നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി നീറ്റ് 2023 ആണെങ്കിലും ഇനി ജെയുടെ കാര്യമാണെങ്കിലും അതും ഏറ്റവും നന്നായിട്ട് അവർക്ക് പരിശീലനം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഈ പ്രോഗ്രാമിന് ഏതൊക്കെയാണ് മൊഡ്യൂളുള്ളത്? ഓഫ്ലൈൻ അല്ലെ ഓൺലൈൻ? എങ്ങനെയാണ് ഈ പ്രോഗ്രാം? നമുക്ക് ഈ പ്രോഗ്രാം 3 രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയെ നമ്മൾ റെഗുലർ ബാച്ച് എന്ന് വിളിക്കും. അത് പേര് പോലെ തന്നെ എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ടാവും. ഇപ്പോൾ സ്കൂൾ ടൈമിന് ശേഷം അല്ലെങ്കിൽ സ്കൂൾ അക്കാദമിക് സെക്ഷനെ ബാധിക്കാത്ത രീതിയിൽ സ്കൂൾ ടൈമിന് ശേഷം ഒരു 3.5 അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ നമുക്ക് ഡെയിലി ക്ലാസ്, അത് മൺഡേ ടു ഫ്രൈഡേ ഒരു 3 മണിക്കൂർ എങ്കിലും ഈ കുട്ടികൾക്ക് എൻട്രൻസിന് വേണ്ടി തന്നെ ചെലവഴിക്കാൻ സമയം കിട്ടും. അപ്പോൾ ആ സമയത്ത് തിയറി തന്നെ എടുക്കുകയാണോ അതോ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ മാത്രമാണോ? തിയറി ബേസ്ഡ് എൻട്രൻസ് തന്നെയാണ്. ട്യൂഷന്റെ എഫക്റ്റിനേക്കാൾ മുകളിലാണ്. ഇപ്പോൾ ട്യൂഷൻ നമുക്ക് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്തൊരു കുട്ടിക്കാണ് ട്യൂഷൻ്റെ ആവശ്യം. ഇതല്ല, ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. തിയറി ബേസ്ഡ് ആയിട്ട് തന്നെ, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ചെയ്യിച്ച് എൻട്രൻസിൻ്റെ മെത്തേഡിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നൊരു പ്രോഗ്രാമാണ് അത്. അപ്പോൾ അവർക്ക് ഈ റെഗുലർ ബാച്ചിന് മൺഡേ ടു ഫ്രൈഡേയിൽ ഒരു 3.5-4 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. സാറ്റർഡേകളിൽ ഫുൾ ഡേ ക്ലാസ് ഉണ്ടാവും. സ്കൂളിൽ അവധിയാണല്ലോ, അപ്പോൾ ഫുൾ ഡേ ക്ലാസ്സുകൾ ഉണ്ടാവും. ആവശ്യം വന്നാൽ സൺഡേകളിൽ ഞങ്ങൾ എടുക്കും. നോർമലി സൺഡേ നമ്മൾ ഹോളിഡേ ആണ്, അവധി കിട്ടുന്നുണ്ട്. പിന്നെ തയ്യാറെടുക്കാൻ വേണ്ടി വന്നു, ഫ്രീ ആവാൻ വേണ്ടിയൊക്കെ. പക്ഷേ എങ്കിലും സൺഡേകളിലൊക്കെ നമ്മൾ അഡീഷണൽ എക്സാം, മുമ്പ് നമുക്ക് KVPY എക്സാമുകളുണ്ടായിരുന്നു, ഇപ്പോൾ നിന്നുപോയി. പക്ഷേ എങ്കിലും ഒളിമ്പ്യാഡുകൾ, സയൻസ് ഒളിമ്പ്യാഡ്, മാത്സ് ഒളിമ്പ്യാഡ്, അങ്ങനെയുള്ള എക്സ്ട്രാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതല്ല, ആ പ്രോഗ്രാമുകൾ നമ്മൾ അവർക്ക് സൺഡേകളിലാണ് നടക്കുന്നത്. റെഗുലർ ബാച്ച് നടക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ സ്കൂളുമായിട്ട് ചേർന്നാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ അടുത്താണ് അത് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾ സ്കൂളിലെ ക്ലാസ്സിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ വന്ന് കോച്ചിങ്ങിന് പങ്കെടുക്കും. എല്ലാ ദിവസവും വരുന്നത് അതിനെയാണ് റെഗുലർ ബാച്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. കുട്ടികൾ താമസിക്കുന്നത് സ്കൂൾ, ഇപ്പം ഹോസ്റ്റലൊക്കെ വേണ്ടവരാണെങ്കിൽ സ്കൂളിൻ്റെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ബ്രില്യൻറ്റ് സ്കൂൾ ടൈമിൽ ക്ലാസ് എടുക്കുന്നില്ല, സ്കൂളിനുള്ളിൽ ക്ലാസ് എടുക്കുന്നില്ല. ബ്രില്യൻറ്റിൻ്റെ സ്കൂളേ അല്ല, നമ്മൾ അതിനടുത്ത് സ്കൂളുകളില്ല, നമുക്ക് ഒരിടത്ത് സ്വന്തമായിട്ട് സ്കൂളുകളില്ല. അപ്പം നമ്മുടെ നിയർ ബൈ വാക്കബിൾ ഡിസ്റ്റൻസിൽ ഞങ്ങളുടെ സെൻറ്ററുകളുണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ സ്കൂളിൽ പഠിച്ച് നമ്മൾ കോച്ചിങ്ങിന് വരുന്നതിനെയാണ് റെഗുലർ ബാച്ച് എന്ന് വിളിക്കുന്നത്. അത് എഞ്ചിനീയറിംഗ് സ്ട്രീമിലും മെഡിക്കൽ സ്ട്രീമിലും 2 സ്ട്രീമിലും ഉണ്ട്. IIT ബാച്ചും ഉണ്ട്, എയിംസ് ബാച്ചും ഉണ്ട്. സ്കൂളിൽ അദ്ദേഹത്തിന് ഏത് സിലബസും CBSE ISE സ്റ്റേറ്റ് സിലബസോ പഠിക്കാം. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി വേണമെങ്കിൽ പഠിക്കാം. നമ്മളുടെ ഇവിടെ വരുമ്പോൾ മെഡിക്കലിനും എഞ്ചിനീയറിംഗ് എന്നുള്ള വേർതിരിവ് അനുസരിച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. അതെ, ഇപ്പം ആ സ്കൂളിൽ ഉള്ള നമ്മുടെ സെൻറ്ററിൻ്റെ അടുത്തുള്ള സ്കൂളിലുള്ള കോമ്പിനേഷൻ അതാണ് അതിനകത്ത് പ്രധാന കാര്യം. ഇപ്പോൾ ചിലപ്പോൾ അടുത്തുള്ള CBSE സ്കൂൾ ആയിരിക്കും, അപ്പോൾ CBSE മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ചിലയിടത്ത് സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും ഉള്ളത്, ചിലയിടത്ത് ISE ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്കൂളുമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സ്കൂളിനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള സ്ട്രീമുകളും അതുപോലെ ധാരാളം ഇതുണ്ടല്ലോ, ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. മറ്റൊരു സ്ട്രീം എന്താണ്? റെഗുലർ ബാച്ച് അല്ല, രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്
ഹൈബ്രിഡ് ബാച്ച് എന്ന് വിളിക്കും. ശരി. അതൊരു ഓൺലൈൻ്റെയും ഓഫ്ലൈൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് വേർഷനാണ്. ഇപ്പോൾ ചില കുട്ടികളുണ്ട്, അവർക്ക് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് മാറി പഠിക്കാൻ ഇഷ്ടമില്ല, തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് പഠിക്കുന്ന സ്ഥലങ്ങളിൽ ആ കുട്ടികളെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ സെൻറ്ററുകളിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. സെൻറ്ററുകളിൽ വരാം. അപ്പോൾ സെലക്റ്റഡ് സാറ്റർഡേകളിലും എല്ലാ സൺഡേകളിലും ഓണം, ക്രിസ്മസ്, സമ്മർ വെക്കേഷന്, പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ നമ്മുടെ സെൻറ്ററുകളിൽ ക്ലാസ്സിന് വരാം. രാവിലെ 8:45 തൊട്ട് വൈകുന്നേരം ഒരു 4:30 വരെ ഈ പറയുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകളുണ്ടാവും. കൂടാതെ അവർക്ക് ആഴ്ചയിൽ ഒരു 4 ദിവസം ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടാവും. അപ്പോൾ ഓൺലൈൻ്റെയും ക്ലാസ് റൂമിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് വേർഷനാണ് നമ്മൾ ഹൈബ്രിഡ് വേർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ബാച്ചുകൾ എന്ന് പറയുന്നത്. അവിടെയും ഇതുപോലെ തന്നെ IIT ബാച്ചുകളും ഉണ്ട്, എയിംസ് ബാച്ചുകളും. പക്ഷേ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഏത് സിലബസ് എന്നുള്ളത് വ്യത്യാസമൊന്നുമില്ല. കാരണം ഏതൊക്കെ സിലബസിൽ നിന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സെൻറ്ററിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. ശരി ശരി. മൂന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് ഫുള്ളി ഓൺലൈൻ. ശരി. 2 വർഷവും ഓൺലൈനായിട്ട് തന്നെ ഫുള്ളായിട്ട് പോകും. ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അത് ഒരാഴ്ചയിൽ ഒരു 12 മുതൽ 16 മണിക്കൂർ വരെ ക്ലാസ്സുകളുണ്ട്. ആഴ്ചയിൽ ശരിക്കും എല്ലാ ദിവസവുമാണ് ക്ലാസ്. ലൈവ് സെക്ഷനുകളും റെക്കോർഡ് സെക്ഷനുകളുമായിട്ട് 2 സെക്ഷനും ഉണ്ട്. എല്ലാ ചാപ്റ്ററുകളുടെയും ലൈവ് ക്ലാസ്സുകളും ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ഓരോ കുട്ടികൾക്കും അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് ചിലർക്ക് ലൈവ് കാണാനായിരിക്കും ഇഷ്ടം, അവർക്ക് ലൈവ് കാണാം. അതല്ല, ചിലർക്ക് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഇഷ്ടം, അവർക്ക് റെക്കോർഡ് ക്ലാസ്സുകളും കാണാം. അപ്പോൾ രണ്ടും അവർക്ക് അവൈലബിൾ ആയിരിക്കും. കുട്ടികളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. ഡെയിലി ഒരു മിനിമം ഒരു 2-2.5 മണിക്കൂർ ഡെയിലി നമ്മൾ ഇതിനു വേണ്ടി ഏതായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. സാറ്റർഡേകളിലും സൺഡേകളിലും പക്ഷേ 2 സെക്ഷനൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ 4 മണിക്കൂർ വരെയൊക്കെ ക്ലാസ്സുകളുണ്ട്. അതാണ് നമ്മൾ ഓൺലൈൻ ബാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാറ്റഗറി ഉള്ളത് തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമേ ഉള്ളൂ. ഈവനിങ് ബാച്ച് എന്ന് പറയും. അതായത് തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമേ ഒരു ഫെസിലിറ്റി ഉള്ളൂ. നമ്മുടെ സെൻറ്ററുകളിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും നിയർ ബൈ സ്കൂളിലെ കുട്ടികൾ സ്കൂൾ ടൈമിന് ശേഷം നമ്മുടെ സെൻറ്റർ ഒരു 4:30 തൊട്ട് 7:30 വരെയുള്ള സമയം. അപ്പോൾ അതാ നിയർ ബൈ ആൾക്കാർക്ക് പറ്റുള്ളൂ. ഏത് സ്കൂളിൽ നിന്നും വരാം. പക്ഷേ സമയം എന്ന് പറയുന്നത് ഇതാണ്, ഒരു വൈകുന്നേരം 4:30 തൊട്ട് 7:30 വരെ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൻ്റെ യാത്രയും അങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഈവനിങ് ബാച്ച് തന്നെ കൺസെപ്റ്റ് അതുതന്നെയാണ്. എല്ലാം മൺഡേ ടു ഫ്രൈഡേയിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ വൈകുന്നേരങ്ങളിൽ 4:30 തുടങ്ങി 7 വരെ ക്ലാസ്സുകളുണ്ടാവും. സാറ്റർഡേകളിൽ സൺഡേകളിലൊക്കെ ഫുൾ ഡേ ആയിട്ട് അവർക്കും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫ്രീ ഉണ്ടാവും. അങ്ങനെയാണ് ഈവനിങ് ബാച്ച് എന്ന്. പക്ഷേ അത് എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ കരിക്കുലത്തിനകത്ത് റെഗുലർ ബാച്ച് ആണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും കൊടുക്കുന്ന മെറ്റീരിയലും പഠിപ്പിക്കുന്ന ആ ചാപ്റ്ററിൻ്റെ ലെങ്തും ഒക്കെ എല്ലാം ഒരേ പാക്കേജാണോ 3നും കൊടുക്കുന്നത്? അതെ, 3ഉം ഒരേ സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന മെറ്റീരിയൽ. പിന്നെ അതിനകത്തൊരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ റെഗുലർ ബാച്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി കൂടുതൽ സമയം കിട്ടും. സ്കൂൾ ടൈം ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു സ്കൂൾ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ തിയറി, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ NCERT-യിലേക്ക് ക്വസ്റ്റ്യൻസും കൊണ്ട് നമ്മൾ അഡീഷണൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നമ്മളോട്. അതേസമയം ഹൈബ്രിഡ് ബാച്ചിലെ കുട്ടികൾക്ക് ഈ NCERT ക്വസ്റ്റ്യൻസ് പറയുന്നത് നോർമലി അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേ ഉള്ളൂ. അപ്പോൾ അത് വ്യത്യാസം അത്രയേ ഉള്ളൂ. നമ്മൾക്ക് കുറച്ചും കൂടി NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കുറേയും കൂടെ മുമ്പോട്ട് പോകാൻ പറ്റും. അതാണ് അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. മറ്റേത് പിന്നെ എല്ലാ ദിവസവും ക്ലാസ് എന്ന് പറയുന്നതും ആഴ്ച 2 ദിവസം എന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു ഡിഫറൻസ്, അത് മാത്രമേ അതിനകത്തൊരു നമ്മളെ സംബന്ധിച്ച് ആ കോഴ്സിന് യാതൊരു വ്യത്യാസവുമില്ല. എടുക്കുന്ന കണ്ടന്റും പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസും എല്ലാം സെയിം ആണ്. ഇപ്പോൾ സ്കൂളുകളിൽ പഠിക്കുന്നത് ഇവർ CBSE, ISE സ്റ്റേറ്റ് സിലബസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു എൻട്രൻസിന് ഇപ്പം നീറ്റ് ആണെങ്കിലും JEE മെയിൻ ആണെങ്കിലും JEE അഡ്വാൻസ്ഡ് ആണെങ്കിലും ഇതിനൊരു സിലബസ് വ്യത്യാസമില്ല. ഒരു NCERT അധിഷ്ഠിതമായിട്ടാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകൾ ഇപ്പം കുട്ടി പഠിക്കുന്നത് CBSE സ്കൂളിലായിരിക്കാം, പക്ഷേ അത് വൈകുന്നേരം നമ്മളുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മളുടെ പാക്കേജ് എന്ന് പറയുന്നത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു സിലബസ് വ്യത്യാസമില്ല. അതിനകത്തിപ്പം നമ്മൾ സ്റ്റേറ്റ് ചിന്തിച്ചാലും CBSE ചിന്തിച്ചാലും ISE ചിന്തിച്ചാലും കണ്ടന്റ് എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കൊരു ഡിഫറൻസ് നമുക്ക് ഒരിടത്തും അത് ഫീൽ ചെയ്യാനില്ല. ഒരു വ്യത്യാസവും നമുക്കവിടെ പറയാനില്ല. എല്ലാം ഒരേ സിലബസിനെ ബേസ് ചെയ്ത് തന്നെ പോകുന്നൊരു കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ കൂടുതൽ ഓറിയൻറ്റ് ചെയ്യുന്നത് എൻട്രൻസ് സിലബസുകളെയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻട്രൻസ് സിലബസ് എന്ന് പറയുന്നത് പ്യുവർലി ഡിപ്പെൻഡ് ഓൺ
ഈ പറഞ്ഞ സ്കൂൾ സിലബസ് തന്നെയാണ്. അതിൻ്റെ യാതൊരു ഡിഫറൻസും നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാനില്ല. ഇവിടെ പക്ഷേ കുറേ കൂടെ കണ്ടന്റ് കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഇതിൻ്റെ പ്രവേശന രീതി ഞാൻ വായിച്ചു നോക്കിയിടത്തോളം എനിക്ക് മനസ്സിലായത് ഒരു സ്ക്രീനിങ് ടെസ്റ്റുകളിലൂടെ മാത്രമേ നമ്മൾ ഈ ബാച്ചുകളിലോട്ട് പ്രവേശനം നേടാറുള്ളൂ. അതായത് ഇപ്പോൾ സ്കൂൾ പഠനവും എൻട്രൻസും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഏതൊരു രക്ഷിതാവിൻ്റെയും വേവലാതി ആയിരിക്കും. നമ്മുടെ കുട്ടിക്ക് ഇത്രത്തോളം പറ്റുമോ എന്നുള്ളത്. നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതിനകത്ത് യാതൊരു നമുക്ക് സംശയത്തിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം ഇവിടെ രണ്ടിടത്തും പഠിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ചാപ്റ്ററുകളും ഈവൻ ചാപ്റ്ററുകളുടെ പേരും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എൻട്രൻസിൻ്റെ, ഞങ്ങൾ സാധാരണ പറയുന്നത് എൻട്രൻസിൻ്റെ സിലബസും നിങ്ങൾ സ്കൂളിൻ്റെ സിലബസും ടെക്സ്റ്റ് ബുക്കോട് ഒന്ന് പേര് ഹെഡിങ്ങുകളൊന്ന് വായിച്ച് നോക്കുക. അന്നേരം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലായി. ഇത് തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഇത് രണ്ടും ഒരേ സംഭവം തന്നെയാണ്. ഇവിടെ പക്ഷേ നമ്മൾ കൂടുതൽ എഫേർട്ട് നമ്മൾ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് തീരെ സിമ്പിളാണെന്ന് ഞങ്ങൾ പറയുകയില്ല. കാരണം എഫേർട്ട് എടുക്കണം, നന്നായിട്ട് തന്നെ കഷ്ടപ്പെടാനുണ്ട്. ഞാൻ പറഞ്ഞു 2 വർഷം കൊണ്ട് നമ്മൾ 3 വർഷത്തെ എഫേർട്ട് ഞാൻ പറഞ്ഞു. കാരണം ഏപ്രിൽ മാസത്തിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. സാറ് പറഞ്ഞ പോലെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ് സെലക്ഷൻ. ഫസ്റ്റ് ടെസ്റ്റ് ഈ വർഷത്തെ നമ്മൾ ഒക്ടോബർ 1-നാണ് നടത്തുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അത് അറ്റൻഡ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്ടോബറിൽ നടത്തുന്നു. ഇത് കൂടാതെ ഡിസംബറിൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിനുശേഷം ഒരു ടെസ്റ്റും കൂടെ നമുക്ക് ഉണ്ടാവും. ഈ ടെസ്റ്റ് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ ഏപ്രിൽ മാസത്തിൽ തന്നെ ക്ലാസ് ആരംഭിക്കും. ശരി. അതായത് 10ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മാക്സിമം ഒരാഴ്ചയ്ക്ക് ഒരു ഗ്യാപ്പേ കാണുള്ളൂ. അപ്പോൾ അന്നേരം തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഫസ്റ്റ് ഇയർ ടോപ്പിക്കുകൾ ഒരു ജനുവരി ഒക്കെ ആകുമ്പോൾ തീരും. അന്നേരം തന്നെ നമ്മൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ഒരു ഓഗസ്റ്റ് ലാസ്റ്റ്, ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സെക്കൻഡ് ഇയർ ഫുള്ള് നമ്മൾ തീരും. അതായത് 2026 എൻട്രൻസുകളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 2025 സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. പിന്നെ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാദമി ഏകദേശം സെപ്റ്റംബർ തൊട്ട് നമുക്ക് നീറ്റ് അല്ലെങ്കിൽ ജെയ് വരെയുള്ള അത്രയും ഒരു പീരീഡ് ഉണ്ട്. ഒരു അക്കാദമിക് ഇയർ തന്നെയുണ്ട്. അത്രയും സമയം റിവിഷനും പരീക്ഷയും. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും റിവൈസ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ സമയം. ശരിക്കും അട്രാക്ഷനാണ്. കാരണം ഈ എൻട്രൻസുകൾക്കെല്ലാം ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും തുല്യ പ്രാധാന്യമാണ്. അതെ. ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ അത് റിപ്പീറ്റേഴ്സിനൊപ്പം ഒന്നും. റിപ്പീറ്റേഴ്സ് പറയാൻ +2 കഴിഞ്ഞ് ഒരു വർഷം പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ചില ഓഗസ്റ്റിലൊക്കെ അല്ലെങ്കിൽ ജൂലൈയിലും ഓഗസ്റ്റിലൊക്കെ ബാച്ച് വരുന്നത്. അപ്പോൾ ആ ബാച്ചിൻ്റെ ഒപ്പം ഞങ്ങൾ ഈ കുട്ടികളെ റിവിഷനും പരീക്ഷകളും എഴുതിപ്പിക്കും. അപ്പം സെപ്റ്റംബർ മുതൽ നീറ്റ് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാദമിക് ഇയർ പ്യൂർലി ഒരു 8 മാസം 9 മാസം ഇവർക്ക് പഠിക്കാൻ വേണ്ടി തന്നെ കിട്ടും. അതാണ് ഞങ്ങൾ പറയുന്നത് 2 വർഷം കൊണ്ട് 3 വർഷത്തെ എഫർട്ട്. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും സെപ്റ്റംബർ ആകുമ്പോൾ തീരുമ്പോൾ 2 വർഷമായി. മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നതാണ് ഈ സെപ്റ്റംബർ തൊട്ട് ആ ഒരു സെപ്റ്റംബർ തൊട്ട് നീറ്റ് അല്ലെങ്കിൽ ജെയ് വരെയുള്ള സമയം. അങ്ങനെയാണ് 2 വർഷം കൊണ്ട് 3 വർഷത്തെ ഒരു എഫേർട്ട് ആ കുട്ടികൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും. ഈ സ്ക്രീനിങ് ടെസ്റ്റിലൂടെ നമ്മൾ എടുക്കുന്നത് ഇപ്പം അപേക്ഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ചോദ്യത്തിന് അപ്പുറത്ത് എന്തിനായിരിക്കാം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ആ കൺസെപ്റ്റ് എന്തായിരിക്കാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധ്യത? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കുട്ടികളെ അല്ലെങ്കിൽ മിടുക്കരെ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. കാരണം എല്ലാവർക്കും ഇത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന സംഭവമല്ല. കാരണം ചോദിച്ചാൽ ഒരു സ്കൂളിൽ കഷ്ടി ജയിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. കാരണം ഒരു നല്ല റേഞ്ച് കുട്ടികൾക്കാണ് ഏതൊരു എൻട്രൻസിന്റെ റാങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതേ ഉള്ളൂ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കാരണം +1 +2 പഠിക്കുന്നതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ രാവിലെ ഒരു 8 മണിക്ക് സ്കൂൾ ആരംഭിച്ചാൽ വൈകുന്നേരം ഒരു 5:30 വരെ ആ ഒരു സ്കൂൾ ലൈഫിൽ ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ രക്ഷിതാക്കൾക്കും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നല്ല കുട്ടികൾക്ക് ഇത് കിട്ടാനായിട്ടുള്ള എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്നു. അപ്പം കേരളത്തിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ പരസ്പരം മത്സരിപ്പിച്ച് അവരെ ഇന്ത്യയിലെ ടോപ്പേഴ്സിനോട് മത്സരിപ്പിച്ച് അവർക്ക് ഇന്ത്യയിലെ നല്ല സ്ഥാപനങ്ങളിൽ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. സഞ്ജയ് പി മല്ലാരാണെങ്കിലും ആഷിഖ് സ്റ്റനി ആണെങ്കിലും വിവേക് മേനോൻ ആണെങ്കിലും ഒരുമിച്ച് ഒരു ബാച്ചിലിരുന്ന് പഠിക്കുമ്പോഴുള്ള ആ കോമ്പറ്റീഷൻ. പരീക്ഷകളൊക്കെ കോമൺ ആണ്. പല 23ഓളം സെന്ററുകൾ നമുക്കുണ്ടെങ്കിലും മോഡലുകളും പരീക്ഷകളൊക്കെ ഇവർക്ക് ഒരുമിച്ചാണ്. അപ്പം മത്സരങ്ങൾ എപ്പോഴും
ഒരേപോലെയാണ് നടക്കുക. അപ്പം മുൻ വർഷങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ കുട്ടികളാണ് ഫസ്റ്റ് ചാൻസിൽ കയറിപ്പോയത്. അല്ലെങ്കിൽ പണ്ടൊന്നും നമുക്ക് അത്ര വെച്ച് പറയാനില്ലായിരുന്നു. വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ചാൻസുകാർ കയറി വരാറുണ്ട്. അതിന്റെ പെർസെന്റേജ് വളരെ ആനുപാതികമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൂടി. അത് കാരണം ഞങ്ങളുടെ കഴിവല്ല, തീർച്ചയായും കുട്ടികളെ അവർ മിടുക്കരായ കുട്ടികളെ നല്ല നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റി, അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു എന്ന് മാത്രം. ഏറ്റവും മിടുക്കരുമായിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിന്റെ സിലബസ് എന്തായിരിക്കും, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ഏത് രീതിയിലാണ് ടെസ്റ്റ് നടത്തുന്നത്? സിലബസ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് പ്രിപ്പയർ ചെയ്തൊരു സിലബസാണ്. കാരണം 10ാം ക്ലാസ്സിന് മാത്രമൊന്നുമില്ല, 10 മാത്രമല്ല 8, 9, 10 ക്ലാസ്സുകളിൽ ഇവർ പഠിച്ചിരിക്കുന്നത് അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സിനെയും ബേസ് ചെയ്താണ് നമ്മൾ പരീക്ഷ നടത്തുന്നത്. കാരണം നമ്മൾ ഒരു രണ്ട് CBSE സ്കൂൾ എടുത്താൽ പോലും അവിടെ ടോപ്പിക്കൽ ഡിഫറെൻ്റാണ്. ഇപ്പം ICSE വരെ CBSE സിലബസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴും ടോപ്പിക്കുകൾ ഒത്തിരി ഡിഫറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സിലബസ് അങ്ങ് പ്രിപ്പയർ ചെയ്യുന്നു മാത്രം. അവിടെ നമുക്ക് സ്റ്റേറ്റ് എന്നോ CBSE സെപ്പറേറ്റ് പരീക്ഷയൊന്നുമല്ല, കോമൺ പരീക്ഷയാണ്. കോമൺ പരീക്ഷയാണ് നമ്മൾ ഇട്ടേക്കുന്ന സിലബസ്. നമ്മൾ നേരത്തെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്, ഇന്ന ചാപ്റ്ററുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോപ്പിക്കുകൾ നമ്മൾ തന്നിട്ടുണ്ട്. ആ ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ എന്ന് മാത്രം. അത് 2 മണിക്കൂറിൻ്റെ ടെസ്റ്റാണ്. ശരി. ഓൺലൈനാണോ ഓഫ്ലൈനാണോ? സെൻട്രൽ വന്നിരുന്ന് എഴുതേണ്ടതാണോ ഓൺലൈനാണോ? ഓഫ്ലൈൻ പരീക്ഷകളാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു സെൻട്രൽ വന്ന് പരീക്ഷ എഴുതണം. കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലകളിലുമായിട്ട് ഏകദേശം 50ഓളം എക്സാം സെൻ്ററുകൾ ഉണ്ടാവും. കൂടാതെ കേരളത്തിന് വെളിയിൽ ദുബായിൽ നമുക്ക് എക്സാം സെൻ്റർ ഉണ്ട്. അതല്ലാതെ ബംഗളൂരു, ചെന്നൈ, കോയമ്പത്തൂർ ഈ 3-4 സ്ഥലങ്ങളിലും കൂടി നമ്മൾ എക്സാം കുട്ടികൾക്ക് എഴുതാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഓഫ്ലൈനായിട്ടാണ് നമ്മൾ എക്സാം നടത്തുക. 2 മണിക്കൂറിൻ്റെ എക്സാമിനേഷനാണ്. ഓരോ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് ആണ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും ഈക്വൽ വെയിറ്റേജിൽ 2 മണിക്കൂറിൻ്റെ പരീക്ഷ. ഓരോ സബ്ജക്റ്റും 2 പാർട്ട് വീതമാണ്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റിപ്പോയാൽ -1 മാർക്ക്. അങ്ങനെ ഓരോ സബ്ജക്റ്റിലും 15 ക്വസ്റ്റ്യൻസ് വീതമാണ് പാർട്ട് 1-ലുള്ളത്. അടുത്തത് പാർട്ട് 2. പാർട്ട് 2 എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 0 തൊട്ട് 999 വരെയുള്ള ഏതെങ്കിലും ഒരു ആൻസർ വരാവുന്ന ഒരു സംഖ്യ, നമ്പർ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അതിനെ ആണ് ഇൻറ്റീജർ ടൈപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പാർട്ടിലും 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ ആ 10 എണ്ണത്തിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ടോട്ടൽ പാർട്ട് 1-ൽ നിന്ന് 15 ക്വസ്റ്റ്യനും പാർട്ട് 2-ൽ നിന്ന് 5 ക്വസ്റ്റ്യനും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പാർട്ട് 2-ന് നമുക്ക് നെഗറ്റീവ് മാർക്കില്ല. അവിടെ സെലക്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ആണ് ഒരു സബ്ജക്റ്റിൽ നിന്ന് വരിക. അത് ഒരുമിച്ച് തന്നെയാണ്, 2 പരീക്ഷയായിട്ടല്ല, ഒറ്റ പേപ്പറിൽ തന്നെ ഒന്നിച്ച് തന്നെ. അപ്പം അങ്ങനെ 60 ക്വസ്റ്റ്യൻ ആണ് ഒരു കുട്ടി എഴുതേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ മാർക്ക് വരുന്നത് 240 മാർക്കിലാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. ഈ മെഡിക്കൽ ബാച്ചുകളാണെങ്കിലും എഞ്ചിനീയറിംഗ് ബാച്ച് ആണെങ്കിലും പരീക്ഷ എഴുതേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. ബയോളജി വേണ്ടി വരുന്നില്ല അവിടെ. ബയോളജി അത് മിക്കവാറും എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ റീസൺ ബയോളജിയെ കൊച്ചാക്കി കാണുന്നൊന്നുമല്ല. ബയോളജി എന്ന് പറഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഏത് കുട്ടിക്കും മാർക്ക് സ്കോർ ചെയ്യാം, നന്നായിട്ട് വായിച്ച്. പക്ഷേ സാറിന് നമുക്കറിയാം, നീറ്റ് ആണെങ്കിലും JEE ആണെങ്കിലും നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി. തീർച്ചയായും അതിനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിലും. അപ്പോൾ ആ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ളവരെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് കുറേയും കൂടെ ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എയിംസ് ബാച്ച് ആണെങ്കിലും സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ സിലബസിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പലർക്കും ചോദ്യമുണ്ട്, ഞാൻ മെഡിക്കലാണല്ലോ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് ബയോളജി ഇട്ടില്ല? കാരണം ഇതാണ്, ബയോളജി ആർക്കും മാർക്ക് മേടിക്കാം. അതാണ് തീർച്ചയായിട്ടും വായിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നമുക്ക് ആ കുട്ടിയുടെ എബിലിറ്റി, കപ്പാസിറ്റി ആണല്ലോ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ നിന്ന് സ്കോളർഷിപ്പ് സ്കീമുകളുണ്ടോ? ഏതൊക്കെ തരത്തിലുള്ള സ്കോളർഷിപ്പാണ് ഒരു കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്? 2 വർഷത്തെ പ്രോഗ്രാം അല്ലേ ഇത്? അതെ, 2 വർഷത്തെ പ്രോഗ്രാമാണ്. നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ സ്കോളർഷിപ്പിന് ഫസ്റ്റ് വരുന്ന ആളിന് 10 ലക്ഷം രൂപയാണ് നമ്മൾ വളരെ ഉയർന്ന തുക കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് വരുന്ന ആളിന് 5 ലാക്ക്, തേർഡ് വരുന്ന ആളിന് 4 ലാക്ക്. അങ്ങനെ അക്കാഡമിക് ഇയറിൽ ഒരു സേവിങ്സിനും കൂടെ ഉള്ള, കാരണം ഒരു വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മിനിമം
നമുക്ക് സെലക്ഷൻ കിട്ടുന്ന ഒരാളിന് പോലും മിനിമം 10% സ്കോളർഷിപ്പ് കിട്ടും. ശരി ശരി ശരി. അത് 1000 റാങ്കിനുള്ളിൽ വരുവാണെങ്കിൽ മിനിമം 15% കിട്ടിയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 50 റാങ്കിനുള്ളിൽ വരുവാണെങ്കിൽ ഫീസ് ഇല്ലാതെ പഠിക്കാം. ശരി 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 ശരി. കുട്ടികളെ അത് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്കോളർഷിപ്പ് വഴി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വർഷം അപ്പം നമ്മൾ ആദ്യത്തെ സ്കോളർഷിപ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് 10 ലാക്ക് എന്ന് പറഞ്ഞാലും ഈ ആദ്യത്തെ സ്ക്രീൻ ടെസ്റ്റ് ഫസ്റ്റ് ഇയറിലെ സ്ക്രീൻ ടെസ്റ്റിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് 6 ലാക്കേ കിട്ടുള്ളൂ. ശരി. ഫസ്റ്റ് ഇയർ ടോപ്പിക്ക് തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഉണ്ട്. ആ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ ബേസിൽ ആണ് ബാക്കി സ്കോളർഷിപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടോട്ടൽ സ്കോളർഷിപ്പിൻ്റെ ഒരു 60% ആണ് ഫസ്റ്റ് ഇയറിൽ കൺസിഡർ ചെയ്യുന്നത്, ബാക്കി സെക്കൻഡ് ഇയറിലാണ്. അപ്പം രണ്ടാമത്തെ എക്സാമിനെ അല്ലെ ഫസ്റ്റ് ഇയറിലെ എക്സാമിനേഷനകത്ത് ഫസ്റ്റ് വരുന്ന ആളിന് 4 ലക്ഷം രൂപ. അങ്ങനെ സ്കോളർഷിപ്പ് സ്കീം എല്ലാവർക്കും ഉണ്ട്. അപ്പം ആദ്യത്തെ പരീക്ഷയ്ക്കും രണ്ടാമത്തെ പരീക്ഷയ്ക്കും ഒരാൾ തന്നെയാണ് വരുന്നതെങ്കിൽ അയാണ് അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ കിട്ടുന്നത്. അങ്ങനെയാണ് അത് സ്കോളർഷിപ്സ്. ഇത് കൂടാതെ നമുക്ക് ഒളിമ്പ്യാഡുകളുടെ ബേസിൽ സ്കോളർഷിപ്പുകളുണ്ട്. IJSO ഒക്കെ നമ്മുടെ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ക്വാളിഫൈഡ് ആകുന്നതിൻ്റെ ബേസിലുണ്ട്. നേരത്തെ നമുക്ക് NDC വെച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ NDS നിന്ന് പോയി. അങ്ങനെയുള്ള മറ്റ് ഗവൺമെൻറ് ബോഡി കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡുകളുടെ മാത്സ് ഒളിമ്പ്യാഡിൻ്റെയും സയൻസ് ഒളിമ്പ്യാഡിൻ്റെ ബേസിലുമുള്ള സ്കോളർഷിപ്പ് സ്കീമുകൾ വേറെയുണ്ട്. ഇതിന് കൊടുക്കുന്ന റെഗുലർ ബാച്ച് സാർ പറഞ്ഞു, ഹൈബ്രിഡ് പറഞ്ഞു, ഓൺലൈൻ പറഞ്ഞു, ഇതിന് കൊടുക്കുന്ന മെറ്റീരിയലുകളെല്ലാം തുല്യം തന്നെയാണോ? എത്രത്തോളം സ്റ്റഡി മെറ്റീരിയലുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്? സ്റ്റഡി മെറ്റീരിയൽ കോഴ്സ് ഫീയുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. അതെ, ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഫീസും ഉൾപ്പെടെയാണ്. സ്റ്റഡി മെറ്റീരിയൽ ഫീസും കോച്ചിങ് ഫീസും ഉൾപ്പെടെയാണ് അത് ഫീസ് വരുന്നത്. നമ്മൾ ഈ ഓൺലൈൻ ആണെങ്കിലും പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും എല്ലാം കൊടുക്കും. എല്ലാവർക്കും നമ്മൾ മെറ്റീരിയൽ ഓഫ്ലൈനായിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് വരുന്നവർക്ക് നമ്മളത് ബൈ പോസ്റ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട്. എബ്രോഡിലെ ആൾക്കാർ അവർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എബ്രോഡ് കൊടുക്കുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി 11ോട്ടും 12ോട്ടും വരുമ്പോൾ ഇതുവരെ 10ാം ക്ലാസ് പഠിച്ചൊരു സ്ട്രീമിൽ നിന്നും ശരിക്കും വേറൊരു സ്ട്രീമിലോട്ടാണ് അദ്ദേഹം വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 90% കുട്ടികളും വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും മാറി ആദ്യമായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റികളൊക്കെ വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഇതിന് അദ്ദേഹത്തെ മെൻ്റലായിട്ടും മോട്ടിവേഷനൊക്കെ ആയിട്ട് സഹകരിക്കാൻ ഏതൊക്കെ ലെവലിലുള്ള ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ടാണ് കിട്ടുന്നത്? ഇപ്പോൾ ക്ലാസ് ടീച്ചർ അല്ലെ കോർഡിനേറ്റർ, ഡയറക്ടർ, അങ്ങനെ ഏതൊക്കെ ലെവലിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടും? നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ആ ഒരു ട്രഡീഷണലായിട്ട് നമുക്ക് എന്നുമുള്ള ആ ഒരു എല്ലാ സിസ്റ്റവും ഇതിനകത്തുണ്ട്. കാരണം 23 സെൻറ്റർ ഉണ്ടെങ്കിലും ആ സെൻറ്റർ ഓവറോൾ കോഴ്സിനൊരു ഡയറക്ടറുണ്ട്. ശരി ശരി. അത് കൂടാതെ ഓരോ സെൻറ്ററും ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ കീഴിൽ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് നേരിട്ടുള്ള മേൽനോട്ടം തന്നെയായിരിക്കും. അത് കൂടാതെ ആ സെൻറ്ററിനൊരു സെൻറ്റർ ഹെഡുണ്ട്. അത് കൂടാതെ ആ സെൻറ്റർ ഹെഡിൻ്റെ അണ്ടറിൽ വെണ്ടർമാർ ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ഒരു 40 പേരല്ല ഒരു 50 പേരാണ് അവരെ മാത്രം നോക്കാനായിട്ട് 2 വർഷവും ഒരു ക്ലാസ് ടീച്ചർ. നമുക്ക് എന്നുള്ള ആ ഒരു ക്ലാസ് ടീച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ ബ്രില്യൻറ്റ് തന്നെ. സ്കൂൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുക തന്നെയാണ്. രണ്ടും ഒരുപോലെ ഒന്നിച്ചല്ല പോകുന്നത്. അവർ സ്കൂളിൻ്റെതായ സിസ്റ്റത്തിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ സ്കൂൾ ടൈമിന് ശേഷമാണ് നമ്മുടെ രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നാൽ ഒന്നിച്ചാണ് പോകുന്നതെന്ന് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഈ കോച്ചിങ്ങിൽ ഇവർ ഒന്നിച്ച് ഇൻവോൾവ് ആയിട്ട് പോകുന്നത് മാത്രം. സാറ് പറഞ്ഞു ഏതാണ്ട് 23ഓളം സെൻറ്ററുകൾ നമുക്ക് റെഗുലർ ബാച്ചിനായിട്ട് തന്നെയുണ്ട്. ഹൈബ്രിഡ് എനിക്ക് തോന്നുന്നു 6-7 സെൻറ്ററുകളായിട്ട് ഹൈബ്രിഡ് ഉണ്ട്, ഓൺലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ റെഗുലർ ബാച്ചിൻ്റെ സെൻറ്ററുകൾ നമുക്ക് എല്ലായിടത്തും തന്നെ കേരളത്തിൽ ആക്സസിബിൾ എല്ലാ ജില്ലകളിലും ആക്സസിബിൾ ആണോ? അതെ, 23ഓളം സെൻറ്ററുകൾ നമുക്ക് ഓൾ കേരള ഉണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് 2 സ്ഥലത്തുണ്ട്. നാലാഞ്ചിറയിലും ഉണ്ട്, മുക്കോലക്കിലും ഉണ്ട്. കൊല്ലം ജില്ലയിൽ വടക്കേവിളയിലാണുള്ളത്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ തന്നെ നമുക്ക് ചെത്തിപ്പുഴയിലുണ്ട്, തെങ്ങണയിലുണ്ട്, കിളിമലയിലുണ്ട്, ഫാത്തിമാപുരത്തുണ്ട്. കൂടാതെ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്, പള്ളിക്കത്തോട് നമ്മുടെ സെൻറ്ററുണ്ട്, കോട്ടയം മാന്നാനത്ത് നമ്മുടെ സെൻറ്ററുണ്ട്, ഏറ്റുമാനൂർ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പാലായിൽ നമുക്ക് സെൻറ്ററുണ്ട്, കട്ടച്ചിറയിൽ നമുക്ക് സെൻറ്ററുണ്ട്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ക്ലാസ്സുകൾ നടക്കുന്നു, പെരുമ്പാവൂരുണ്ട്, കൂത്താട്ടുകുളത്ത് നമ്മുടെ സെൻറ്ററുണ്ട്, മൂവാറ്റുപുഴ വാഴക്കുളത്ത് നമുക്ക് സെൻറ്ററുകളുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ പാട്ടുരയ്ക്കലാണ് നമ്മുടെ സെൻറ്റർ. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ദേവഗിരിയിലുമുണ്ട്, താമരശ്ശേരിയിലുമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. ഈ വർഷം 1-2 പുതിയ സെൻറ്ററുകൾ കൂടി നമുക്ക് ഉണ്ടായേക്കാം. അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ
സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന ഓറിയൻറ്റേഷനിൽ നമുക്കത് കുട്ടികളുടെ അടുത്ത് കൃത്യമായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. ഹൈബ്രിഡ് ബാച്ച് സെൻറ്ററുകൾ ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററുകളിലാണ് നടക്കുന്നത്. അതായത് തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്, പാലായിലുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആ പേരൻസ് അതിനടുത്തുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ നേരിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ടെസ്റ്റ് കഴിയുമ്പോൾ ഇതിനൊരു കോമൺ അലോട്ട്മെൻറ്റ് പ്രോസസ്സുണ്ട്. ഓക്കെ, ഓൺലൈനായിട്ട് തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ സെൻറ്ററുകൾ മുഴുവൻ അന്നേരം അവൈലബിൾ ആവും. അപ്പം ഓരോ കുട്ടിക്കും അവന് ഇഷ്ടമുള്ള അവരുടെ താല്പര്യമാണ് എവിടെ ചേരണം, എവിടെ പഠിക്കണം എന്നുള്ളത് ഓരോ കുട്ടി അവൻ്റെ ഇഷ്ടം. ബ്രില്യൻറ്റിൽ നിന്ന് ഒരാളെയും ഒരു സ്ഥലത്തോട്ടും ഒരേ രീതി തന്നെയാണല്ലോ എല്ലായിടത്തും കൊടുക്കുന്നത്. കുട്ടികളുടെ ഇഷ്ടം. അപ്പം അവർക്ക് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം. ഓരോ സ്റ്റുഡൻറ്റിന് വേണമെങ്കിൽ അവന് 23 സെൻറ്റർ ഓപ്ഷൻ വെക്കാം. പ്രിഫറൻസ് ഓർഡർ അവൻ്റെ പ്രിഫറൻസ് ഓർഡറിലാണ് വെക്കുക. അവിടെ നമ്മൾ റാങ്ക് ഓർഡറിൽ കൺസിഡർ ചെയ്യുന്നത് മാത്രം. അവൻ്റെ റാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് അവൻ ചോദിക്കുന്ന ഒന്നാമത്തെ സ്ഥലത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ അത് തന്നെ കിട്ടും. അപ്പം അങ്ങനെ കോമൺ അലോട്ട്മെന്റ് പ്രോസസ്സ് വഴിയാണ് പോകുന്നത്. അപ്പം അതിനോട് അറ്റാച്ച് ചെയ്യുന്ന സ്കൂളിലെ സിലബസ് ഏതാണ്, അവിടെയുള്ള കോമ്പിനേഷൻ ഏതാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം മാത്രം. അതെല്ലാം നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. ആ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എല്ലാം നമ്മൾ കുറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവർ നമ്മുടെ സെൻറ്ററിലേക്കുള്ള അഡ്മിഷനാണ് ആദ്യം എടുക്കുക. ആ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ ഇതിന് സെൻറ്ററിൻ്റെ അടുത്തുള്ള സ്കൂളുകളുടെ അഡ്മിഷന് വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ ആ സ്കൂളിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. കാരണം ബ്രില്യൻറ്റ് ടെസ്റ്റ് എഴുതി സെലക്ഷൻ കിട്ടി എന്നതിൻ്റെ പേരിൽ അവിടെ ഡയറക്റ്റ് കിട്ടിയാൽ ഓരോ സ്കൂളിനും അവരുടെ അഡ്മിഷൻ പ്രൊസീജിയറുകളുണ്ട്. അത് ഓരോ കുട്ടിയും ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മുടെ ടെസ്റ്റ് എഴുതി വരുന്ന കുട്ടികൾ 99% സ്കൂൾ ടെസ്റ്റുകളും ക്ലിയർ ആകും. കാരണം ഇവർ കഴിഞ്ഞ വർഷം ഏകദേശം 30,000-ഓളം കുട്ടികൾ പരീക്ഷ എഴുതി. അതിനകത്ത് സെലക്ഷൻ കിട്ടിയവരാണ് ഇവരെല്ലാം. അത്രയൊന്നും ഒരിക്കലും ഒരു സ്കൂളിൽ വരുന്നില്ല. നോർമലി നമ്മൾ ടെസ്റ്റ് എഴുതി സെലക്ഷൻ കിട്ടുന്ന ഒരു കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്കൂളിൽ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ അഡ്മിഷൻ പ്രൊസീജിയർ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ മനഃപൂർവ്വം ആരെങ്കിലും വേണ്ടെന്നൊക്കെ വെച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനകത്തൊരു സംശയത്തിൻ്റെ ഇടയില്ല. ഓക്കെ, ഈ സ്ക്രീനിങ് ടെസ്റ്റിലോട്ട് എങ്ങനെയാണ് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്? എല്ലാം ഓൺലൈൻ മോഡ്യൂൾ തന്നെയാണോ? അതെ, നമുക്ക് ബ്രില്യൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ brilliantpala.org എന്ന് പറഞ്ഞാൽ ആ സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നു. അവരെ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് എൻറോൾ ചെയ്യുക. ആദ്യത്തെ ബേസിക് രജിസ്ട്രേഷൻ കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് അവിടെ സ്ക്രീനിങ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുക. സ്ക്രീനിങ് ടെസ്റ്റ് വഴി അപ്ലൈ ചെയ്യുന്നു. അവർക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും അവിടെ നമ്മൾ IIT എയിംസ് എന്തെങ്കിലും പറയേണ്ടതുണ്ട്? വേണ്ട, ഒന്നുമില്ല. ടെസ്റ്റ് നമുക്ക് കോമൺ ആണ്. അപ്പോൾ അവിടെ IIT ആണോ മെഡിക്കൽ ആണോ എഞ്ചിനീയറിംഗ് ആണോ അങ്ങനെ ഒന്നും പറയേണ്ടതില്ല. നമുക്ക് ആദ്യം പ്രൈമറി ഉള്ളത് ടെസ്റ്റ് പാസ്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എന്തിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നോ എങ്ങോട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്നോ ഒക്കെ അതിനുശേഷം മാത്രം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നു എന്നൊരൊറ്റ കാര്യം മാത്രം. ഈ കുട്ടികൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ എഴുതുന്നത്. അതിന് എന്തെങ്കിലും നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ? അതുപോലെ ഈ പറഞ്ഞ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പേരൻസിന് മനസ്സിലാകാനായിട്ട് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ അതെന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉണ്ട്. ഒബ്ജക്റ്റീവ് അപ്രോച്ച് ഈ കുട്ടികൾക്കൊന്നും ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്ക്രീനിങ് ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒരു കോമൺ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം അവർക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റുകളുടെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ 1 ടെസ്റ്റെങ്കിലും നേരത്തെ തന്നെ എൻറോൾ ചെയ്താൽ ആവശ്യത്തിന് ഒരു പ്രിപ്പറേഷൻ സമയമുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ എല്ലാ സൺഡേകളിലും നമുക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്. എല്ലാ സൺഡേകളിലും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയമാകാൻ വേണ്ടിയാണ്. സ്കൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്താണെന്നുള്ള ഒരു ചിന്ത കുട്ടികൾക്ക്. അതുപോലെ കുറച്ച് ക്ലാസ്സുകളും നമ്മൾ യൂട്യൂബ് ചാനൽ വഴി ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പയ്യെ ആരംഭിക്കുന്നുണ്ട്. അതായത് ഒരു പ്രിപ്പറേറ്ററി എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ഏരിയ ഒന്ന് കവർ ചെയ്യണം. പലർക്കും ഒരു സംശയം ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം ഒരു ബേസിക് ഇൻഫർമേഷൻ എന്നുള്ളതേ ഉള്ളൂ. അത് പഠിച്ചാൽ മാത്രം മതി നല്ല അർത്ഥം. ഒരു ബേസിക് ഇൻഫർമേഷന് വേണ്ടി ഈ പറഞ്ഞ ചാപ്റ്ററുകളെയും സിലബസുകളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി നമ്മുടെ ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഒരു ക്ലാസ്സുകളും കൂടെ നമ്മളത് കൊടുക്കും. പേരൻസിനായിട്ട് ഒരു അവയർനെസ്സിനായിട്ട് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട്? പേരൻസിന് വേണ്ടി നമ്മൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. നോർമലി മോക്ക് ടെസ്റ്റുകൾക്ക് മുമ്പായിട്ട് മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരാനും അതുപോലെ ഈ കോഴ്സിൻ്റെ ഒരു മിനിമം ഇൻഫർമേഷനൊക്കെ നമ്മൾ ടെസ്റ്റിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിനുശേഷം ടെസ്റ്റ് എഴുതി സെലക്ഷൻ കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി
അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഈ ഡീറ്റെയിൽഡ് admission ആയിട്ടുള്ള procedure എന്ന് admission മനസ്സിലാക്കാൻ procedure ഉം ഈ കോഴ്സിൻ്റെ യഥാർത്ഥ വർഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡയറക്ടേഴ്സ് തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ. ഈ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുട്ടികളോ പേരൻസോ നമ്മുടെ സെൻറ്ററുകളിൽ വരേണ്ടതായിട്ടുണ്ടോ? അതോ ഈ സാർ പറഞ്ഞു ഏപ്രിൽ ആദ്യത്തെ ആഴ്ച ആയിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയായിരിക്കും ക്ലാസ് തുടങ്ങുന്നത്, അപ്പോൾ മാത്രം ഡയറക്റ്റായിട്ട് വന്നാൽ മതിയാകുമോ? ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എബ്രോഡുള്ള പേരൻസും ഒക്കെ ഇടയ്ക്ക് നമുക്ക് വരേണ്ടി വരുമോ എന്നുണ്ട്. വേണ്ട, അഡ്മിഷന് വേണ്ടി വരണ്ട. അഡ്മിഷൻ പ്രോസസ്സും ഓൺലൈനായിട്ട് തന്നെയാണ് ഫീസ് അടയ്ക്കുന്ന എല്ലാം ഓൺലൈനായിട്ട് ചെയ്യാം. ഇപ്പോൾ ഒക്ടോബർ മാസത്തിലെ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കും. അത് കംപ്ലീറ്റ് ആവും, ഓൺലൈൻ വഴി തന്നെ നടക്കും. ഇനി ഇതിന് ശേഷം രണ്ടാമത്തെ ടെസ്റ്റ് നമുക്ക് ഡിസംബർ മാസത്തിലുണ്ടാവും. ഈ ടെസ്റ്റും നമുക്ക് വീണ്ടും താല്പര്യമുള്ളവർക്ക് എഴുതാം. നമ്മുടെ സ്കോളർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയും എഴുതാം, ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് തന്നെ കണക്കാക്കാം. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന സെൻറ്ററുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ടെസ്റ്റ്. കാരണം നമ്മൾ ഫസ്റ്റ് ടെസ്റ്റിന് ടോട്ടൽ സീറ്റിൻ്റെ ഒരു 60% നമ്മൾ ഫില്ലാക്കും. രണ്ടാമത്തെ ടെസ്റ്റിന് ബാക്കി ഒരു 40% രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇത് അറിയാത്തവർ കാണും. ഇനി ഇവിടെ തന്നെ ആണെങ്കിൽ പോലും നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റിൽ കിട്ടിയിരിക്കുന്ന അഡ്മിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇനി അഡ്മിഷൻ ഓക്കെയാണ്, എല്ലാം റെഡിയാണ്, എന്നാലും എനിക്ക് എൻ്റെ സ്കോളർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ സ്കോളർഷിപ്പിന് വേണ്ടി എഴുതാം, രണ്ടാമത്തെ എഴുതാം. അപ്പം എത്ര ടെസ്റ്റ്, ഏത് ടെസ്റ്റ് വേണമെങ്കിലും ഇവർക്ക് വീണ്ടും എഴുതാം. അഡ്മിഷന് വേണ്ടി അതാത് ടെസ്റ്റുകൾ തന്നെ കൺസിഡർ ചെയ്യും. പക്ഷേ സ്കോളർഷിപ്പ് എന്ന് പറയാൻ നമ്മൾ ബെസ്റ്റ് ആയിരിക്കും കൺസിഡർ. തീർച്ചയായിട്ടും 2 ടെസ്റ്റിൻ്റെയും കൂടെ ഏറ്റവും ഉയർന്ന സ്കോളർഷിപ്പ് ആയിരിക്കും നമ്മുടെ അക്കാഡമിക്കിൽ നിലവിൽ വരുന്നത്. അഡ്മിഷന് പക്ഷേ സെപ്പറേറ്റ് തന്നെയായിട്ട് തീരുമാനിക്കും. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവരെ അറിയിക്കുകയും അത് ചെയ്യാനുള്ള സൗകര്യങ്ങളും അവർക്കത് പറഞ്ഞു കൊടുക്കുകയും നമുക്ക് ചെയ്യും. അതിനുശേഷം ഏപ്രിൽ 10 അല്ലെങ്കിൽ ഏപ്രിൽ 15 കൂടിയൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ഡേറ്റ് അനുസരിച്ച് 10th ബോർഡ് എക്സാം കഴിയുന്നതനുസരിച്ച് വലിയ ഗ്യാപ്പൊന്നും കാണിയല്ല, അല്ലാതെ തന്നെ നമ്മൾ ക്ലാസ്സുകളായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഏപ്രിലും മെയിലും നമ്മൾ ക്ലാസ് എടുത്തു കഴിയുമ്പം ഇവർക്ക് സ്കൂളിൽ തുടങ്ങുന്നത് എന്താണെങ്കിലും ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ തുടങ്ങുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു 60% ക്ലാസ്സുകൾ എടുക്കുന്നത് കൊണ്ട് സ്കൂൾ എന്ത് ഈസി ആയിട്ട് അവർ കൈകാര്യം ചെയ്യാൻ. അതാണ് അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയണത്. കാരണം ഒരു ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ ക്ലാസ്സുകൾ തന്നെ കിട്ടും. തീർച്ചയായിട്ടും. ആ സമയത്ത് നമുക്കിവിടെ സ്കൂളുകളിൽ, ആ സ്കൂളിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും ആ സമയത്ത് ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ അവർക്ക് അവൈലബിൾ ആണ്. കാരണം സ്കൂളിൽ വേറെ ക്ലാസ്സുകളില്ല, പോയല്ലോ നമ്മുടെ കുട്ടികൾക്ക് നിൽക്കാം. അതുകൊണ്ട് അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ അവർക്ക് അവൈലബിൾ ആയിക്കോളും. ആ സമയത്ത് നമുക്ക് ഫുൾ ഡേ ക്ലാസ്സുകൾ തന്നെയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫുൾ ഡേ ക്ലാസ് തന്നെ ഉണ്ടാവും. ശരിയാണ്. കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ പാഠഭാഗങ്ങളെല്ലാം നന്നായി പഠിച്ച് വീണ്ടും റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു തുടക്കം തന്നെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു 4-5 ചാപ്റ്ററുകൾ അന്നേരം തന്നെ മിക്കവാറും തീർന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് പറഞ്ഞു ഏതൊരു എക്സാം ആണെങ്കിലും, ഇപ്പം നീറ്റ് എക്സാം നോക്കിയാലും JEE നോക്കിയാലും JEE അഡ്വാൻസ്ഡ് നോക്കിയാലും അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ്, ഇപ്പം നമ്മുടെ സഞ്ജയ് മല്ലാരൊക്കെ എനിക്കറിയാം IISc ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഏറ്റവും വലിയ ഉയർന്ന സ്ഥാപനത്തിലാണ് പ്രവേശനം നേടിയിരിക്കുന്നത്. വിവേക് മേനോൻ, നമ്മുടെ ഐസറിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ വിവേക് മേനോനൊക്കെ. അപ്പം ഈ ഇങ്ങനെയുള്ള ഏറ്റവും ഫസ്റ്റ് റാങ്കുകാരനായിരുന്നു വിവേക് മേനോൻ. അതുപോലെ ഈ പറഞ്ഞ നമ്മൾ പ്രീവിയസ് ഇയർ നമ്മൾ ടോപ്പേഴ്സിനെ ആരെ എടുത്ത് നോക്കിയാലും ഇവരൊക്കെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിലെ ടോപ്പേഴ്സ് തന്നെയായിരുന്നു. അവരാണ് പിന്നീടും ടോപ്പായിട്ട് തന്നെ വന്നിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ അവർ മിടുക്കന്മാരാണ്. ആ മിടുക്കരെ നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പം +1 +2 ഓരോ തിയറി പാർട്ടുകളും ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് ഏറ്റവും നന്നായിട്ട് ഡീപ്പായിട്ട് പഠിച്ച് നന്നായിട്ട് കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള നാഷണൽ ലെവൽ എക്സാമുകൾക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എയിംസിൽ പഠിക്കണം, നമുക്ക് നീറ്റിന് ഒരു ആദ്യത്തെ 5000 റാങ്കിലെത്തിയേ സാധിക്കുകയുള്ളൂ. JEE NITകൾ കിട്ടണം, നമുക്കൊരു 97% സ്കോറിന് മുകളിലെത്തണം. JEE അഡ്വാൻസ്ഡ് നമുക്ക് റാങ്ക് 5000-ന് മുകളിൽ വരണം. IIT മദ്രാസ് അല്ലെങ്കിൽ IIT മുംബൈയിൽ പഠിക്കണം, ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് 1000-നുള്ളിൽ എത്തണം. ഇതിന് +1 +2 പഠനം ഏറ്റവും നല്ല അനിവാര്യതയാണ്. അതോടൊപ്പം തന്നെ എൻട്രൻസിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എക്സ്ട്രാ വർക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നതിനോടുകൂടി അവർക്ക് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ബോർഡ് എക്സാമുകൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാമുകളിൽ ടോപ്പ് വരുന്ന ഏത് കുട്ടിയുടെയും മാർക്ക് എടുത്ത് നോക്കിക്കോ, അവർ 95+
പെർസെൻറ്റേജ് മാർക്കുള്ള ആൾക്കാണ്. അതൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ഇവിടെ എല്ലാവരും ബോർഡ് എക്സാമിനെയും കൂടെ ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഉപേക്ഷിച്ചിട്ടല്ല നമ്മുടെ കോച്ചിങ്ങിൽ ഒരിടത്തും പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടുന്നത്. കാരണം ഒരു സ്കൂളിലൂടെ പഠിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ രീതിയാണ് സ്കൂളുകൾ പാടെ ഉപേക്ഷിക്കുന്നത്. കാരണം നോർത്ത് ഇന്ത്യൻ രീതി സാറ് പറഞ്ഞ പോലെ ഫുൾ സ്കൂൾ ഉപേക്ഷിച്ച് തന്നെയാണ്. അവർക്ക് ബോർഡ് എക്സാം എങ്ങനെ എഴുതണം എന്ന് പോലും അറിയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ബോർഡ് എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള ഒരു സ്റ്റെപ്പോ കാര്യമൊന്നും ഇല്ലാതാണ് കുട്ടി. അതുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയല്ല, അവർ സ്കൂളിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് മാർക്ക് കിട്ടുന്നത്. യാതൊരു തരത്തിലും ഒരു മാർക്ക് കുറവും ഉണ്ടാവില്ല. നമ്മൾ അതിന് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു MBBS ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടോ ഒരു IIT പഠിക്കുന്ന മലയാളിയായ ഒരു കുട്ടി, ബ്രില്യൻ്റ് പഠിച്ചൊരു കുട്ടിയോട് നിങ്ങൾ അയാളുടെ +2 മാർക്കൊന്ന് ചോദിച്ച് നോക്കുക. 100% ഞങ്ങൾ ഗ്യാരണ്ടി എന്നല്ല പറയുക, ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട് അവന് 93 അല്ലെങ്കിൽ 95+ ആണ് അവൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. +2 ബോർഡ് എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഏത് സ്ട്രീമാണെങ്കിലും. മറ്റൊന്നും കൊണ്ടല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ സക്സസ് ആയി നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് ബോർഡിനേക്കാളും അവൻ്റെ നിലവാരം വളരെ ഉന്നതമാണ്. അതാണ് അതിൻ്റെ കാര്യം. അതിന് മുകളിൽ ആ കുട്ടി പഠിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ബോർഡ് വെച്ച് സത്യം പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. അതാണ് കാര്യം. നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന രീതികൾ, പഠിക്കുന്ന കുട്ടികൾ, പേരൻസ്, ഞങ്ങളുടെ ഫാക്കൽറ്റീസ്, അതിൻ്റെ മെറ്റീരിയൽ ഓരോന്നും ഡിഫറൻ്റ് ആണ്, ഏറ്റവും സെപ്പറേറ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് പേരൻസിനോട് പറയുമ്പോൾ അല്ല കുട്ടികളോട് പറയാൻ പറ്റുന്ന ഒരു അഷുറൻസ്, ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ സാർ പറഞ്ഞു ബോർഡ് എക്സാമിൻ്റെയൊക്കെ മാർക്കിൻ്റെ കാര്യം പറഞ്ഞു. എന്നാൽ പോലും ചങ്കൂറ്റത്തോടെ നമുക്ക് നിന്ന് പറയാനായിട്ട് ഇന്ന് സാധിക്കും. നമുക്ക് തെളിവുകളുണ്ട്. എന്തായിരിക്കും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ സാധിക്കുക? നമ്മോടൊപ്പം ചേർന്ന് പഠിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ വരുന്ന ഏത് സ്റ്റുഡൻറ്റിനും മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു നാഷണൽ റെപ്യൂട്ടേഷനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ കുട്ടിക്ക് എത്താം. ശരിയാണ്. ഒരു മെഡിക്കൽ സ്ട്രീം പറയുകയാണെങ്കിൽ എയിംസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എങ്കിലും ഒരു മിനിമം ഒരു ഗവൺമെൻറ് MBBS ആണ് നമ്മുടെ ടാർഗറ്റ്. തീർച്ചയായും അതെടുക്കാൻ പറ്റാത്ത കുട്ടികളായിട്ട് അതിനകത്ത് ആരുമില്ല. ആ റേഞ്ചിൽ പറ്റുന്നവരാണ് തീർച്ചയായിട്ടും. അതിനുള്ള കഴിവുള്ള കുട്ടികളാണ് അവർ. നമുക്ക് മിടുക്കരോടൊപ്പം മത്സരിച്ച് മിടുക്കരാകുന്നു എന്നാണ് സത്യം. ബ്രില്യൻ്റ് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല അതിനകത്ത് യഥാർത്ഥ കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും കുട്ടികൾ അവർ വർക്ക് ചെയ്യുന്നു. പക്ഷേ നമുക്കിങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ ഉറപ്പായിട്ടും പറ്റും. ഒരു മിനിമം ഒരു നാഷണൽ റെപ്യൂട്ടേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ നമുക്ക് ഗ്യാരണ്ടി തരാം. നമ്മുടെ ഒപ്പം നിന്ന് നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ചേർന്നാൽ തീർച്ചയായും. കാരണം ഇതിനകത്ത് എസ്കേപ്പിസം എന്ന് പറയുന്നത് ഒരിക്കലും എൻട്രൻസിലൊരു വാക്കല്ല. ഹാർഡ് വർക്ക് അത് സ്മാർട്ടായിട്ട് ചെയ്യുക, സ്മാർട്ട് വർക്കായിട്ട് ചെയ്യുക. അവിടെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയും ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകൾ എന്നുള്ളതും സാർ അതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ ഞങ്ങൾ ഉരുത്തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം 2026 നാഷണൽ ലെവൽ എക്സാമുകളാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവേശനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അത് മെഡിക്കലെന്നോ എഞ്ചിനീയറിംഗെന്നോ ഐസറിനോ ISC ബാംഗ്ലൂരിന്നോ റിസർച്ചെന്നോ ഡിഗ്രി ലെവലിനോ ഏതുമാവട്ടെ, ഒരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമാണ് നമ്മളുടെ കുട്ടി എഴുതുന്നതെങ്കിൽ, അതിന് ഫോക്കസാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ ഒട്ടും മടിക്കേണ്ടതില്ല. brilliantpala.org എന്ന വെബ്സൈറ്റ് വഴി ഒക്ടോബർ 1 സ്ക്രീനിങ് ടെസ്റ്റിനായിട്ട് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ സിലബസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, സ്കോളർഷിപ്പ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം 2026 നമുക്കൊരുമിച്ച് യാത്രയാവാം ശുഭപ്രതീക്ഷയോടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.